കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം. ഖലിസ്ഥാൻ വിഘടനവാദികൾ കേന്ദ്രമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ലണ്ടനിൽ സന്ദർശനത്തിനെത്തിയ എസ് ജയശങ്കറിന് നേരെ ഖലിസ്ഥാൻ പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് നയിച്ചത്. ഒരു ചർച്ചയ്ക്ക് ശേഷം ചഥാം ഹൗസ് വേദിയിൽ നിന്ന് വിദേശകാര്യമന്ത്രി ഇറങ്ങുമ്പോൾ പ്രതിഷേധക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കാറിന് അടുത്തേക്ക് ഓടിയെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പ്രതിഷേധക്കാർക്കിടയിൽ നിന്നും ഒരാൾ പാഞ്ഞു കയറുന്നതാണ് പുറത്തുവന്ന വീഡിയോയിലുള്ളത്. മറ്റുള്ളവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അക്രമി പതാക വലിച്ചു കീറിയത്. അക്രമിക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടനടി നടപടി ഉണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് പതാക വലിച്ചുകീറിയ വ്യക്തിയടക്കമുള്ള എല്ലാ പ്രതിഷേധക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് മാറ്റി. ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിക്ക് പുറത്ത് ഖലിസ്ഥാനി തീവ്രവാദികൾ പ്രതിഷേധിക്കുന്ന മറ്റൊരു വീഡിയോയും പുറത്തുവന്നു. പ്രതിഷേധക്കാർ പതാകകൾ വീശുകയും ഖലിസ്ഥാനി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തതാണ് ദൃശ്യങ്ങളിലുള്ളത്. മാർച്ച് 4 തുടങ്ങിയ എസ് ജയശങ്കറിന്റെ സന്ദർശനം 9 തീയതി വരെ നീണ്ടുനിൽക്കും. അതേസമയം ജമ്മു കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് ലണ്ടനിൽ നടന്ന ചർച്ചയിൽ ജയശങ്കർ വ്യക്തമാക്കി. പാകിസ്ഥാനുമായുള്ള കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന്റെ ഇടപെടൽ ആവശ്യമാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മേഖലയിലെ സാമ്പത്തിക വികസനം, ഉയർന്ന പോളിംഗ് ശതമാനമുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയുൾപ്പെടെ സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ ഇതിനകം തന്നെ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. എന്നിരുന്നാലും പ്രശ്നത്തിന്റെ പരിഹരിക്കപ്പെടാത്ത ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിന് അതീതമാണെന്നും അദ്ദേഹം പറഞ്ഞു.